കേരളത്തിലെ സംഘപരിവാർ ഹാൻഡിലുകൾ മുഴുവൻ ഗോവിന്ദ മാഷ് കുടുങ്ങിയോ, റഹീം കുടുങ്ങിയോ എന്ന മട്ടിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്, ഈ ഈഗോയാണ്. അല്ലാതെ ഇവർ വന്ന് അവരുടെ സമാധാനത്തിൽ ജീവിക്കുന്നതല്ല അവരുടെ പ്രശ്നം. അപ്പോൾ അത് ഒരു കാര്യം, നിയമമാണ് അതെവിടെയാണെങ്കിലും. പോക്സോ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ സാങ്കേതിക തികവോടെ അവർക്ക് പോക്സോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുകയും അതിന് നടപടികൾ നേരിടുകയും ചെയ്യട്ടെ. ഇപ്പം ഞാൻ വേറൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പോക്സോ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയാനുണ്ട്. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ 18 വയസ്സൊന്നും നോക്കിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. ആദിവാസികളാണ് പോക്സോ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. ആദിവാസികളാണ് ജയിലിൽ കിടന്നിട്ടുള്ളവരും കിടക്കുന്നവരും കൂടുതൽ. കാരണം അവർ 17 വയസ്സിലും 16 വയസ്സിലൊക്കെ കല്യാണം കഴിക്കും അവരുടെ ഗോത്രാചാര പ്രകാരം. അവരെയൊക്കെ നമ്മുടെ ഇവിടുത്തെ നിയമം നോക്കി പിടിച്ച് ജയിലിലിടുന്നതിന് പ്രശ്നമുണ്ട്. ലോകത്ത് എല്ലായിടത്തും 18 വയസ്സ് മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല കല്യാണം. കയറിയും കുറഞ്ഞുള്ള നിയമങ്ങളുള്ള സ്ഥലമുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ നിയമമാണ്. അപ്പോൾ അത് വേറെ തന്നെ ഒരു വിശദമായി ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഇന്ത്യൻ നിയമം എന്ന് വെച്ചാൽ നിയമമാണ്. പക്ഷേ ഇന്ത്യൻ നിയമത്തെ ശരിയാവണ്ണം ഉപയോഗിക്കുന്നവരാണോ നോർത്തിലെ ആൾക്കാർ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ പോലീസ്? ഒരിക്കലുമല്ല. അപ്പോൾ ഇതൊരു സവിശേഷ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരികയാണ് എന്നത് കാണണം. കേരളത്തിൽ ഇപ്പോൾ എന്തോ ഒരു തെറ്റായ കാര്യം ഗോവിന്ദ മാഷി ചെയ്തു കൊടുത്തു, റഹീം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്കതിനോട് ഒരു യോജിപ്പുമില്ല. കേരളം എന്ന ആശയത്തിൽ വിശ്വസിച്ചു വന്ന മനുഷ്യരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് അവർ ചെയ്തത്. നാം ഇനിയും അങ്ങനെ സ്വീകരിക്കേണ്ടതുണ്ട്. കേരളം, ഞാൻ എപ്പോഴും പറഞ്ഞൊരു ബദൽ രാഷ്ട്രീയ ഭൂമികയാണ്. നമ്മുടെ വാതിലുകളെല്ലാം തുറന്നിടേണ്ടതുണ്ട്. ഏത് പോക്സോ പോലീസ് വന്നാലും എന്നാണ് ഞാൻ പറയാം.